വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ലക്ഷ്മി. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഞാനൊരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ജെസ്സിയുടെ ഒരു പുതിയൊരു ഫേസ് പാക്ക്, പുതിയതാണോ പഴയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ ഷോർട്സിൽ കണ്ടതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് റിവ്യൂ പറയാന്ന് എങ്ങനെ ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഞാൻ ട്രൈ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് നമ്മുടെ ടൊമാറ്റോ ജ്യൂസ്, ഒന്ന് പൊട്ടറ്റോ ജ്യൂസ്, ഒന്ന് നമ്മുടെ കോഫി പൗഡർ, പിന്നെ ഗോതമ്പ് പൊടി. ഈ 4 സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ആൻഡ് ഇതെല്ലാം ഈക്വൽ, ഓൾമോസ്റ്റ് ഒരു ഈക്വൽ പ്രപ്പോർഷനിൽ എടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റൻ ആവും, വൈറ്റനിങ് ആവും തന്നെ എടുത്ത് പറയുന്നുണ്ട്. വൈറ്റനിങ് ആവും. ആൻഡ് നമുക്കിപ്പോ ഒരു പാർട്ടിക്ക്, ഒരു കല്യാണത്തിനൊക്കെ പോകാനുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും എന്നൊക്കെ പറയുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ എന്തായാലും നമുക്ക് അധികം ലാഗില്ല, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ എല്ലാം ഓൾറെഡി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോ എന്റെ അച്ഛൻ വിചാരിച്ചു അവരെ കുക്കിംഗ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞ് ഇങ്ങനെ അമിത പ്രതീക്ഷയിലൊക്കെ നിൽക്കുമായിരുന്നു. പാവം ഫേസ് പാക്ക് ആണെന്ന് പറയുമ്പോ തളർന്നൊക്കെ പോണുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇത് ഞാൻ എല്ലാം പ്യൂരി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരുപാട് വാട്ടറി കൺസിസ്റ്റൻസി ആയപ്പോ ഇങ്ങനെ മൊത്തം ഒലിച്ചൊക്കെ ഇറങ്ങും. അതിനേക്കാൾ ഇങ്ങനെ പ്യൂരി ആയിട്ട് എടുത്തൊന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല, സെയിം സാധനം തന്നെയാണല്ലോ. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഞാൻ ഓരോ സ്പൂൺ വീതം എല്ലാത്തിനും ഈക്വൽ ആയിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഈക്വൽ പ്രപ്പോർഷനിൽ ഇതുപോലെ എടുത്തു. ഒരു സ്പൂൺ, ഇതുപോലത്തെ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, നമ്മുടെ ടൊമാറ്റോ പ്യൂരി, പിന്നെ നമ്മുടെ പൊട്ടറ്റോ പ്യൂരി, ഇത് മൊത്തം എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഒരു കവറ് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇതെല്ലാം കൂടെ കാണിക്കുന്നത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലാഗ് ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ നമ്മുടെ കോഫി പൗഡർ എടുത്ത് മൊത്തവും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അതിന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഇല്ലെങ്കിൽ കോഫി പൗഡർ മാത്രമായിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഈ അരച്ചെടുത്ത സാധനങ്ങളിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഓ വാവ്, നൈസ് കളർ. അയ്യേ, ഇതിൽ കാണുമ്പോൾ വേറെ എന്തോ കളർ പോലെ ഉണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ കൊള്ളാം ഗൈസ്. സോറി, ഞാൻ നേരിട്ട് കാണിക്കുന്നില്ല, അല്ല ക്യാമറയിൽ കൂടെ കാണിക്കുന്നില്ല. ഇതിന് ഒരുപാട് വൃത്തിയായിട്ട കളറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു പറയണം കേട്ടോ. അയ്യോ പറയണ്ട, ഞാൻ ഊഹിച്ചോളാം. അയ്യേ, എന്തായാലും ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തു. ഒരു തരി പോലും ഇല്ല, നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മള് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന്. ഞാൻ കഴുത്തിൽ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എന്റെ ടീഷർട്ട് മൊത്തം അഴുക്കാവും. ഓൾറെഡി ഞാൻ ഫേസ് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് നനവായതാണ്. അത് ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു വലിയുന്ന പരുവം ആകുന്നതിന് മുമ്പ് കഴുകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിലെടുപ്പ് അത്രയും കളർ തോന്നിക്കുന്നില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഇതിനു മുമ്പ് ഞാൻ ജാസിന്റെ തന്നെ ഒരു ഉലുവ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഓൾമോസ്റ്റ് 2 മില്യൺ വ്യൂസ് ഇൻസ്റ്റാഗ്രാമിലായതാണ്. സൂപ്പർ ഫേസ് പാക്ക് ആയിരുന്നു. ബട്ട് അതിനുശേഷം എന്നോട് ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 7 days അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയാനായിട്ട്. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അത് 7 days യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പറ കേട്ടോ, ഞാൻ അത് ചെയ്യാം. ഞാൻ ഒരുപാട് കഴുത്തിലേക്ക് ഇറക്കുന്നില്ല, ഫേസിന് മാത്രം നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു കയ്യിൽ മാത്രം കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്റെ കൈ ഓൾമോസ്റ്റ് നല്ല ടാൻ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റും. പിന്നെ ഗൈസ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. എന്റെ വിശേഷം, എന്റെ കല്യാണം ആവാറായി എന്നല്ല, ഓൾമോസ്റ്റ് ആയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണണമെങ്കിലും പറയണം. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ ഫേസിലും കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതൊന്നും ചെറുതായിട്ടൊന്ന് വലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഞാൻ പോയി വാഷ് ചെയ്യാം. ഇപ്പൊ തന്നെ ചെറുതായിട്ടൊന്ന് ഇവിടെയൊക്കെ ഒന്ന് കട്ടിയാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 2 minutes കൂടെ വെച്ചിട്ട് നമുക്ക് പോയി വാഷ് ചെയ്ത് കളയാം. തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യണം. എന്നിട്ട് ഞാൻ നമ്മുടെ റിവ്യൂ പറയാം ഗൈസ്.
ആൻഡ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോന്നും ഞാൻ അപ്പോൾ പറയാം. അപ്പൊ ഞാൻ കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയി. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ കുറച്ചുനേരം ഫേസിൽ വെച്ചിട്ട് ഒത്തിരി ഡ്രൈ ആവുന്നതിന് മുമ്പ് വെള്ളം തൊട്ട് ഒന്ന് സ്ക്രബ് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പൊ ഈ സൈഡിലെയും ഇവിടത്തേക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്ന, എനിക്കിവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അതിന്റെ ബിഫോർ വീഡിയോ ഞാൻ കാണിച്ചില്ല. എന്തായാലും അത് പോകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കൈ അത്യാവശ്യം ഉണങ്ങുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പോയി എന്റെ ഫേസിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ എന്റെ ഫേസ് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മറ്റേ ഇതില് ഈ പ്യൂരി ആക്കിയത് കൊണ്ട് എനിക്ക് ചെറിയ ഒരു എന്താ പറയാ ഒരു സ്ക്രബിങ് മോഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ജ്യൂസ് ആണ് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു സ്ക്രബിങ് മോഷൻ കിട്ടുമെന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടാണ് ഗൈസ്. കാരണം ഇതില് തന്നെ വളരെ കുറച്ച് ചെറിയ തരിതരിപ്പേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ജ്യൂസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നുള്ളത് കുറച്ച് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് വെള്ളം തൊട്ട് കൊടുത്തു, എന്നിട്ട് സ്ക്രബ് ചെയ്യാണ് കേട്ടോ. ആൻഡ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ ഗൈസ് ഞാൻ എന്റെ ഫേസ് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. എന്റെ ഇവിടുത്തെ കൈയും കൂടെ നോക്കിയല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടാൻ ഉണ്ട്. ഇവിടെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എഫക്ട് കിട്ടിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സ് കുറഞ്ഞിട്ടുണ്ട്. മൊത്തം പോയിട്ടില്ല, നിങ്ങൾക്കത്. അപ്പൊ ഗൈസ് എന്റെ സ്റ്റോറേജ് ഇത്തിരി സീനാണ്. അപ്പോ പറഞ്ഞു വന്നത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിക്ക് എന്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കുറവായിട്ടുണ്ട്. പക്ഷെ ആ ജ്യൂസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഞാൻ പ്യൂരി ആയിട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് ഒരു സ്ക്രബിങ് എഫക്റ്റ് അതിൽ വന്നത്. എന്തായാലും ഫേസ് പാക്ക് കിട്ടലാണ് ഗൈസ്. ഈ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ തണുത്ത വെള്ളം കൊണ്ട് കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഡ്രൈ സ്കിന്നുകാരൊക്കെ അധികം തണുത്ത വെള്ളം കൊണ്ട് കഴുകണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിയാൽ ഈ ഒരു എഫക്റ്റ് തന്നെ കിട്ടും. സോ എന്തായാലും ഞാനിത് അപ്രൂവ് ചെയ്തേക്കുവാണ്. സൂപ്പർബ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് സീരിയസ്ലി. ആൻഡ് വീക്കിലി ഒരു 3 പ്രാവശ്യമൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഡിഫറൻസ് നമുക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ടൈം കഴിയുമ്പോൾ അതങ്ങ് ഫെയ്ഡായി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്താ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.